അല്ലല്ലോ. അപ്പോൾ പഴയ മന്ദിരം ഉണ്ടായിരുന്ന കാലത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എല്ലാ ദിവസവും ഭഗവാൻ ഒരു 50-60 പേര് അതിന് റെഡിയായി നിൽക്കും ആൾക്കാർ കൃത്യമായിട്ട്. അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഏറ്റവും അത്ഭുതം ഉള്ളൊരു സംഗതി. സ്വാമി അവരെയും കൂട്ടി പോവും. കാരണം ഇവിടെ സൗകര്യമൊക്കെ കുറവായതുകൊണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കാനും ഭഗവാൻ തൻ്റെ ദിവ്യലീലകൾ കാണിക്കണം. സ്വാമി പറഞ്ഞത് അതായിരുന്നു എൻ്റെ വിസിറ്റിംഗ് കാർഡ്സ്. ഈ വിസിറ്റിംഗ് കാർഡ്സ് കാണിച്ചിട്ട് മനുഷ്യരെ തൻ്റെ അടുത്തേക്ക് എത്തിച്ച് അവരെ ഭക്തരാക്കിയിട്ട് ആ ഭക്തന്മാരെ പ്രാപഞ്ചികയോട് ഒട്ടിപ്പിടിപ്പിക്കാതെ അവരെ ആധ്യാത്മികതയിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ഏറ്റവും വലുതായിട്ടുള്ള ഒരു അത്ഭുത കൃത്യമാണ് സ്വാമി ചെയ്തിരിക്കുന്നത്. എത്ര പേര് എത്ര കഠിന ഹൃദയന്മാർ ലോലഹൃദയന്മാരായിട്ട് മാറി, എത്ര വാശിക്കാർ വളരെ നല്ല രീതിയിൽ സ്വഭാവമുള്ളവരായി ഒക്കെ അതായിരുന്നു ഭഗവാൻ ചെയ്ത ഏറ്റവും വലുതായിട്ടൊരു കാര്യം. കാരണം ഈ കലികാലത്ത് ഭൗതികതയുടെ അതിപ്രസരത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വിഷയങ്ങളിലേക്ക് മാത്രം താല്പര്യപ്പെട്ട് കാമഭോഗങ്ങളെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, അതുമാത്രമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇതിലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖവും കഷ്ടവുമായിരിക്കും ഫലം. അത് വേറൊരു ശാശ്വതമായിട്ടുള്ള സുഖസമാധാനങ്ങൾ തരുന്നതായിട്ടുള്ള ഒരു തലം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ്. അതിനെ സാംശീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന പാഠം അവരെ അത് മിറാക്കിൾസിൽ കൂടിയായാലും അത് പ്രബോധനങ്ങളിൽ കൂടിയായാലും എല്ലാം ഭഗവാൻ നിരന്തരമായിട്ട് അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പോകുന്ന ചിത്രാവതി തീരത്ത് കൊണ്ടുപോകും. അവിടെ ഇരുന്ന് സ്വാമി ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ഈ സ്ഥലം പക്ഷേ ഒരിക്കലും ഒരേ സ്ഥലമല്ല. എല്ലാ ദിവസവും സ്വാമി സ്ഥലം മാറ്റും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നേരം ഇതേമാതിരി ആധ്യാത്മിക തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. കാരണം ഈ ലോകത്തിലെല്ലാവർക്കും ദുഃഖവും കഷ്ടമല്ലേ. അപ്പോൾ ഭഗവാന്റെ മാതിരിയുള്ളൊരു അവതാര സ്വരൂപത്തിൻ്റെ അടുത്ത് കിട്ടിയാൽ നമ്മളെല്ലാവരും ആരായാലും നമ്മൾ ദുഃഖങ്ങളെങ്ങനെയാണ് ഇല്ലാതെയാക്കാമെന്നല്ലേ ശ്രമിക്കുക. ആരും പെട്ടെന്ന് പോയിട്ട് ജ്ഞാനിയൊന്നും ആവാൻ ശ്രമിക്കില്ലല്ലോ. എനിക്ക് ആത്മാവിനെ അറിയണമെന്ന് ആരാ പറയുക? അതൊക്കെ പിന്നെ മെല്ലെ ആ ഭാവത്തിലേക്ക് സ്വാമി തന്നെ നമ്മളെ മുജ്ജന്മ സുഹൃത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെല്ലെ സ്വാമിയെ മുഴുവൻ വിശ്വസിച്ചൊക്കെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. തുടക്കത്തിലൊക്കെ യുവാക്കളുമൊക്കെ അവരവരുടേതായ പ്രാരബ്ധങ്ങളൊക്കെയാണ് പറയുക. എല്ലാവർക്കും ദുഃഖമാണ്, കഷ്ടമാണ് ഈ ലോകത്തിലുള്ളത്. അപ്പോൾ സ്വാമി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അതിനോടനുബന്ധിച്ച പല കാര്യങ്ങളും അവിടെ മണലുള്ള സ്ഥലം, അവിടെ ഒരു കൂനമാതിരി കൂട്ടിയിട്ട് അതിനുള്ളിൽ നിന്ന് സ്വാമി പല സംഗതികളും സൃഷ്ടിക്കും. അതെല്ലാം കാണാൻ, അതിനോടനുബന്ധിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ കാണാൻ വളരെ ഇഷ്ടമായിരുന്നു എല്ലാവർക്കുമൊക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പുളിമരമുണ്ട്. ആ പുളിമരത്തിൻ്റെ അടിയിൽ എല്ലാവരും കൂടി പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ സ്വാമി അപ്പോൾ അവരുടെ കൂടെ ഉണ്ടാവും. പെട്ടെന്ന് കാണാം സ്വാമി അതിൻ്റെ നെറുകയിലെത്തിയിട്ട് ആൾക്കാരെ നോക്കിയിട്ട് അഭയഹസ്തം കാണിക്കുന്നു. അത്ഭുതപ്പെട്ടു പോവും. സ്വാമി കയറുന്നൊന്നും ആരും കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയാൽ ആ പുളിമരത്തിൽ നിന്ന് ഓരോരുത്തരോടും ചോദിക്കും, നിനക്കെന്താ ഇഷ്ടം? എനിക്ക് മാങ്ങയാണ് പറഞ്ഞാൽ അത് മാങ്ങ പറിച്ചു കൊടുക്കും. മറ്റയാൾ പറഞ്ഞു, എനിക്ക് ഗ്രേപ്സാണ്, മുന്തിരിങ്ങ ഇഷ്ടം. അത് മുന്തിരിങ്ങ പറിച്ചു കൊടുത്തു. ആപ്പിളാന്ന് പറഞ്ഞാൽ ആപ്പിൾ പറിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ ഈ ഇന്ത്യ രാജ്യത്ത് പോലും അസുലഭമായിട്ടുള്ള, അതൊന്നും ആ ഗ്രാമത്തിൽ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത അങ്ങനത്തെ പഴങ്ങൾ പോലും സ്വാമി പറിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. അതിൻ്റെ അടിയിൽ നിന്ന് സ്വാമി പ്രതിമകളും പല പുസ്തകങ്ങളും ഭഗവത്ഗീത ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രേ ആർക്കാണ്? ഭഗവന്തത്തിന് ചെറുത് ഒരു ഭഗവത്ഗീത ഒരു പ്രാവശ്യം. അവിടെ ആ സമയത്ത് നടന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാത്ഭുതമായിട്ടുള്ളൊരു കാര്യം, ചിത്രാവതി നദിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാരാണ് എപ്പോഴും സാധാരണ കൂടെ ഉണ്ടാവുക. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു വൃദ്ധയായിട്ടുള്ള ഒരു വിധവ ഉണ്ട്. ആ വിധവ സ്വാമി അതിലെ പോകുന്ന സമയത്ത് സ്വാമിയെ അവിടെ നിർത്തിയിട്ട് സ്വാമിയുടെ 2 പാദങ്ങളിലും തുളസിയില വെച്ചിട്ട് നമസ്കരിക്കും. ഒപ്പം കൂടെ പോവില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്നറിയില്ല. ഇനി അവർക്ക് മടി കൊണ്ടാണോ, സ്വാമിക്ക് ഇഷ്ടമുണ്ടാവില്ല വിചാരിച്ചിട്ടാണോ, സ്വാമി പറയാഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല. അവർ പോയിരുന്നില്ല. ഒരു ദിവസം സ്വാമി പറഞ്ഞു, എൻ്റെ കൂടെ വരണമെന്ന്. അങ്ങനെ ആ സ്ത്രീയെ കൊണ്ട് അവിടെ ഇരുത്തി. ആ സ്ത്രീയോട് വളരെ ഭവ്യതയോട് കൂടിയിട്ട് സ്വാമി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വളരെ വിചിത്രമായൊരു കാര്യമാണ് ആ സ്ത്രീ ചോദിച്ചത്. കാരണം
ക്യാമറയില്ല, ഫിലിം വാഷ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തതായ ഒരു സമയത്ത് അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ എനിക്ക് വേണമെന്ന് പറഞ്ഞു ആ സ്ത്രീ. അപ്പോൾ അവിടെ ക്യാമറയും അവിടെ ഇതിൻ്റെ സംഗതികളൊന്നും തന്നെ ഇല്ല. ഈ ഭർത്താവാണെങ്കിലോ സ്വാമി ജനിക്കുന്നതിന് മുമ്പേ എത്രയും മുമ്പ് മരിച്ച ആളുമാണ്. സ്വാമി തന്നെ കണ്ടിട്ടില്ല ഭർത്താവിനെ, ഏത് ഭൗതികമായ മാനുഷികമായ രൂപത്തിൽ. ഈശ്വരനായിട്ട് സ്വാമിക്ക് അറിയാത്തൊന്നുമില്ലല്ലോ. അങ്ങനെ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വാമി ചിരിച്ചുകൊണ്ട് അതിനെന്താ പ്രയാസം, ഇപ്പോൾ തരാമല്ലോ പറഞ്ഞു. കുറച്ച് മണ്ണ് കൂട്ടി, ആ മണ്ണ് കൂട്ടിയിൽ കൈയിട്ടിട്ട് ഒരു അപ്പം തന്നെ പ്രിൻ്റ് എടുത്ത് വന്നതായ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ഈ സ്ത്രീക്ക് കൊടുത്തു. എന്നാൽ ആ സ്ത്രീ വളരെ സന്തോഷമായിട്ട് കൊടുത്തു. എല്ലാവരും അത്യത്ഭുതത്തിലായി. അന്ന് അതിനെപ്പറ്റി അറിയും കൂടിയില്ല ആൾക്കാർക്ക്. എവിടേക്കോ ബോംബെയിൽ അങ്ങനത്തെ സ്ഥലത്ത് മാത്രം ഒക്കെയുള്ളൂ ഈ ഫോട്ടോ ഒക്കെ എടുക്കൽ. പുട്ടപരുത്തിയിലൊന്നും അതിനെപ്പറ്റി ആലോചിക്കാനേ വയ്യ. പിന്നെ താൻ കാണും കൂടിയും ചെയ്യാത്ത ഒരാളുടെ ഫോട്ടോ പെട്ടെന്ന് എടുക്കുക പറയുന്നത് അത് ഈശ്വരനല്ലാതെ ആർക്കാ സാധിക്കുക? പ്രാപ്തി എന്ന ഐശ്വര്യങ്ങളിലെ ആ പ്രാപ്തി, ഈശ്വത്വം, രണ്ട് കാര്യങ്ങളുണ്ട്. താൻ ആഗ്രഹിക്കുന്ന എന്തും തന്നിലേക്ക് വരുത്താൻ സാധിക്കുക. സംഘർഷണത്വം എന്ന ഭാവം ചതുർവ്യൂഹത്തിലുണ്ട്. ആ സംഘർഷണം എന്ന് പറഞ്ഞാൽ തനിക്ക് എവിടെയും എത്താൻ സാധിക്കുക, തൻ്റെ സങ്കല്പത്തിനനുസരിച്ച് താൻ ഇച്ഛിക്കുന്നതായിട്ടുള്ള എന്തും എവിടെ നിന്നും തൻ്റെ അടുത്തേക്ക് എത്തിക്കാനും സാധിക്കും. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് സിദ്ധികൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സിദ്ധികളൊക്കെ ഉണ്ടാവുക യോഗികളായിട്ടുള്ളവർ അവരുടെ സാധനകളെ കൊണ്ടും യോഗമുറകളെ കൊണ്ടൊക്കെ അവരുണ്ടാക്കുന്നത്. അത് അവരുടെ ആധ്യാത്മികമായിട്ടുള്ള അവരുടെ പുരോഗതിക്ക് ചിലപ്പോൾ തടസ്സമാവും. അതുപയോഗിച്ചിട്ട് അവർ അഹങ്കാരമൊക്കെ കാണിച്ചാൽ. പക്ഷേ അവതാര സ്വരൂപന്മാരൊക്കെ അവർ ജനിച്ചു വരുമ്പോൾ തന്നെ സഹജമായിട്ട് അവരിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇത്രയും ചെറുപ്പത്തിലൊക്കെ സ്വാമിക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അത് സഹജമായ ഭാവമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കൽ ഇതൊക്കെ കണ്ടിട്ട് കുറേ ചെറുപ്പക്കാർ, എല്ലാ സ്ഥലത്തും ചെറുപ്പക്കാർക്ക് ഇങ്ങനത്തെ കാണുമ്പോഴൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവുമല്ലോ. ചെറുപ്പക്കാർ പറഞ്ഞു, ഈ സ്വാമി ആദ്യം തന്നെ ഇത് കൊണ്ടാക്കിയാണ് തലേ ദിവസമൊക്കെ കൊണ്ടുവച്ചിട്ട് ആ സ്ഥലത്ത് വന്നിരുന്നിട്ട് എടുത്തു കൊടുക്കുകയാണെന്ന് പറഞ്ഞു. എപ്പോഴും സ്വാമിയെപ്പറ്റി പറയുന്നതായിട്ടുള്ള പല വിമർശനങ്ങളിലൊന്ന് മുടിയിൽ നിന്ന് എടുക്കുകയാണ് ലഡു എന്നൊക്കെ പറഞ്ഞിരുന്ന വിദ്യാഭ്യാസമുള്ള വിമർശകന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തെ പാവങ്ങളായിട്ടുള്ള അവരങ്ങനെ സംശയിച്ചു. അത് മനസ്സിലാക്കിയിട്ട് സ്വാമി എന്ത് പറഞ്ഞു ആ യുവാക്കളോട്, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുള്ളൂ, നിങ്ങൾ സ്ഥലം തിരഞ്ഞെടുത്തോളൂ. ഇവരെന്തേലും സൂത്രത്തിൽ ഒരു ശ്മശാന ഭൂമിയാണ് എടുത്തത്. അവിടെ ദഹിപ്പിക്കണ സ്ഥലം അവിടെ എടുത്ത്, ആ ശരി ഇവിടെ തന്നെ ഇരിക്കാവാണ്. അങ്ങനെ ഇരുന്നിട്ട് അവരോട് തന്നെ പറഞ്ഞു, ഒരു സ്ഥലം കാണിച്ചിട്ട് സ്വാമി പറഞ്ഞു, നിങ്ങൾ കുഴിച്ചിട്ട് അവിടെ ഒരു സാധനം ഉണ്ട്, അത് എടുത്തു തരൂ എനിക്ക്, നിങ്ങൾ തന്നെ എടുത്താൽ മതി, ഞാൻ എടുക്കണില്ല പറഞ്ഞു. ആ സ്ഥലം കാണിച്ച സ്ഥലത്ത് അവർ കുഴിച്ചിട്ട് കിട്ടണില്ല. അവർ പറഞ്ഞ വെറുതെ ഞങ്ങളെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്, ഒന്നുമില്ല അവിടെയാണ്. അല്ല, കുറച്ചും കൂടി കുഴിക്കുകയാണ്. അങ്ങനെ കുറച്ചും കൂടിയും കുഴിച്ച് വരുമ്പോൾ ഏതോ ഒന്നിൻ്റെ മുകളിൽ കൈ തട്ടിയപ്പോൾ ഇവർക്ക് പേടിയായി. ഇവർ വിചാരിച്ചത് ശ്മശാന ഭൂമിയാണ്, ഇത് വല്ല തലയോടോ എന്തെങ്കിലും ആയിരിക്കുമോ സംഗതി. ഒരു നല്ല ഘനമുള്ളൊരു സാധനത്തും ഇവിടെ തട്ടിയത്. സ്വാമി പറഞ്ഞു, എടുക്കൂ. അത് എടുത്തു നോക്കിയപ്പോൾ ഒരു പെട്ടിയാണ്. ഈ പെട്ടിയിൽ ഒരു ഫ്രഷ് മാങ്ങയായിരിക്കണം, മാമ്പഴം. ആ മാമ്പഴം എടുത്തു സ്വാമി. അപ്പം തന്നെ ഒരു കൂനയിൽ കൈയിട്ടിട്ട് ഒരു കത്തി സൃഷ്ടിച്ചു. ആ കത്തി എടുത്തിട്ട് വലത്തേ ഭാഗത്തുള്ള ആൾക്കാർക്കാണ് ഇത്ര ആദ്യം കൊടുത്തത്. അവിടെ ഉള്ളവർക്കൊക്കെ മുറിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇടത്തേ ഭാഗത്തുള്ളവർക്ക് ഇടത്തേ ഭാഗം മുറിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവരോട് ഇനി വേണമെന്ന് ചോദിച്ചു. വേണം പറഞ്ഞപ്പോൾ പിന്നെയും അവിടെ മുറിച്ചു കൊടുത്തു. പിന്നെ ഇവരോട് ചോദിച്ചു. ഇത് അക്ഷയപാത്രം പോലെ ഈ മാങ്ങ തീരണില്ല. ഇത് കണ്ടപ്പോഴേക്ക് യുവാക്കൾക്ക് പേടിയായി. അവർ പലരും കാൽക്കൽ വീണിട്ട് മാപ്പ് ചോദിച്ചു. ഞങ്ങളറിയാതെ സ്വാമി പറഞ്ഞ് സാരമില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പോൾ എന്ന് പറഞ്ഞു. അവർ ഭഗവാന്റെ ഭക്തന്മാരായി എന്നാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു, ഇത് എൻ്റെ വിസിറ്റിംഗ് കാർഡ്സാണ്. ഞാനിത് കാണിച്ചിട്ടില്ലെങ്കിൽ, ഒരു വിളംബരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ആരും വരുമായിരുന്നില്ല. എനിക്ക് ഇവിടെ വരുന്ന ജനങ്ങളെ മാറ്റി അവരെ നല്ല രീതിയിലേക്ക് ആക്കണ്ടേ, അവർക്ക് പലതും പറഞ്ഞു കൊടുക്കാനില്ലേ, അതുകൊണ്ട് അവരിവിടെ വരണ്ടേ. അതിന് വേണ്ടിയിട്ട് അവരെ ഞാൻ ഈ വിസിറ്റിംഗ് കാർഡ്സ് കൊടുത്തിട്ട് ഈ പ്രദർശനങ്ങൾ, ഇത് നിദർശനങ്ങളാണിത്, പ്രദർശനങ്ങളല്ല, അത് വരുത്തിയിട്ട് അവരെ സംസ്കാരസമ്പന്നരായിട്ട് അവർ സംസ്കാരത്തിൽ കൂടെ അവരെ അവസാനം സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക. അതിൻ്റെ ഇടയിൽ പരോപകാരമായിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട്
അവരെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ഇതൊന്നും കാണിച്ചു വരുത്തേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാ അവതാരങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്. പല അവതാരങ്ങളും കൃഷ്ണൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇന്നത്തെ കാലത്ത് ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കണം. നമ്മളൊക്കെയും പലരും ഇതൊക്കെ കാണാൻ തന്നെ ആദ്യം ചെന്നത്. പക്ഷെ ഞങ്ങളൊക്കെ ഇത്രയും കാലത്തിൽ നിന്നിട്ട് ഇന്നിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ പഴയ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ മഹിമകൾ പറയാനല്ല ഇഷ്ടം. നമ്മുടെ ഉള്ളിൽ സ്വാമി ഇറക്കി വിട്ടിട്ടുള്ള ബീജങ്ങൾ, ആധ്യാത്മിക ബീജങ്ങൾ ഇന്ന് വളർന്ന് പുഷ്ടിപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദം, ആ ആനന്ദം എത്ര വേറൊന്നും കിട്ടില്ല ഭൗതികമായ കാര്യത്തിൽ നിന്ന്. അപ്പോൾ അതാണ് സ്വാമിയും ഉദ്ദേശിച്ചത്. അതിൽ കൂടെ കൊണ്ടുവന്ന് അവരെ ആധ്യാത്മിക മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുക. ഓരോരുത്തരും കർമ്മഫലം അനുസരിച്ചിട്ടാണ് ഇവിടെ വരിക. ആ കർമ്മഫലം അനുസരിച്ച് വരുന്ന ചിലർ പ്രകൃത്യാ തന്നെ ഈശ്വരവിശ്വാസികളും നന്മയുള്ളവരൊക്കെ ആയിരിക്കും. ചിലർ വളരെ ക്രൂരന്മാരും മോശമായിട്ട് പെരുമാറുന്നവരൊക്കെ ആവും ഈ സമൂഹത്തിൽ നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഈ യുവാക്കളുടെ ഇടയിലും ഇതേമാതിരി കുസൃതിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഒരു നല്ല ഗുരുവിൻ്റെ അടുത്തോ ഒരു അവതാരത്തിൻ്റെ അടുത്തോ അത്തരം മോശം സ്വഭാവമുള്ളവരെത്തിയാലും അവരെ ഒരു ഗുരുവിനോ അവതാരത്തിനോ മാറ്റാൻ സാധിക്കും. അതാണ് നമ്മളിവിടെ കണ്ടത്. സുബ്ബമ്മയുടെ അനുവാദത്തോടു കൂടി തന്നെ സുബ്ബമ്മ നിർബന്ധിച്ചതാണ് ശരിക്കും. ആ ത്യാഗത്തിന്, ആ വിശ്വാസത്തിന്, ആ മഹാഭക്തിക്ക് അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് ആൻഡ് ഡിവോഷൻ എന്നൊക്കെ പറയും നമ്മൾ. ഒറ്റയടിക്ക് ഒരടി അടിക്കുമ്പോഴേക്ക് അത് പൊട്ടുക. നമ്മളൊക്കെ എത്രയോ കണ്ടിട്ടുണ്ടല്ലോ. അനന്യ ഭക്തിയും എങ്ങനെയായിരിക്കണമെന്ന് മാതൃകയായിട്ട് ഭഗവാൻ ലോകരെ കാണിച്ചു കൊടുക്കുകയാണ്.